ഞങ്ങൾ ദുരന്തത്തിൽ പെട്ടിട്ട് ഞങ്ങളുടെ ഭൂമിയിലേക്ക് നമുക്ക് നമ്മളെ സിസ്റ്റം എത്തിപ്പെടാൻ കുറച്ച് താമസിച്ചു പറഞ്ഞാൽ അത് എത്താൻ കഴിയില്ല. ഒരു ദിവസം മുഴുവൻ വന്നു. അപ്പോൾ അന്ന് ഞങ്ങളവിടെ പട്ടിണി കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ പോലീസും ആർമിയൊക്കെ ഞങ്ങളെ ക്യാമ്പിലേക്ക് കൊടുത്തതിന് ശേഷം ഭയങ്കര എന്താ പറയുക, ഡ്രസ്സിന് ഡ്രസ്സ്, ചെരുപ്പ്, നമുക്ക് എന്തൊക്കെ വേണം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ ആയിരുന്നു നമ്മളെ അവിടെ. അവർ ആ രീതിയിലാണ് നമ്മളെ അവർ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആരോഗ്യവകുപ്പും അതുപോലെ പോലീസ് വകുപ്പും മറ്റു എല്ലാ സിസ്റ്റവും ഒന്നൊന്ന് മെച്ചമായിട്ട് അവർ നമുക്കൊരു ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ പറയണം, എല്ലാ സിസ്റ്റം അവിടെ പ്രവർത്തിച്ച ഒരു ക്യാമ്പിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഇതും ഭക്ഷണം മരുന്നും അങ്ങനെ എന്ന് വേണ്ട പരിക്കേറ്റ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് വേറെ അല്ലാത്തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്കെന്ത് ചെറിയൊരു പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അപ്പോൾ നമ്മൾ ഫുൾ സിസ്റ്റം അവിടെ എത്തുകയാണ്. ആ രീതിയിലാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. 27 ദിവസം ഞാൻ 29 ദിവസം ക്യാമ്പിലിരുന്നു. ആ 25 ദിവസം എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡെയിലി രാവിലെ വരുന്നത് നമ്മളെ പ്രസിഡൻസ് പരിശോധിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആളുകൾ വരുന്നത്, ഭക്ഷണം സുലഭമായിട്ട് കിട്ടുന്നത്, ഇതെല്ലാം ഗവൺമെൻറ് സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലേക്കാണ് വന്നത്. നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ നോക്കിയാൽ അറിയാം, ഒരു 27 ദിവസം കൊണ്ട് ഒരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ഈ രീതിയിലൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ ഗവൺമെൻറ് എത്രത്തോളം ആർജവം കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ടൈൽസ് ഇട്ടിട്ട് പെയിൻ്റ് അടിച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി നല്ല വൃത്തി. അതിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ഗവൺമെൻറ് ആളുകൾ താമസിക്കുന്നതിനായി കൂടുതൽ സുരക്ഷ നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാർപ്പിട്ട മുകളിൽ ഷീറ്റ് ഇട്ടുണ്ട് അവർ, ചൂട് ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓരോ റൂമിലും ഫാനാണ്. അത്രയും കരുതലോടെയാണ് അവർ ഗവൺമെൻറ് നമ്മളെ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അതുപോലെ തന്നെ 300 രൂപ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 മാസം കിട്ടി, അതിന് അടുത്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് ഫ്രീ ആണ് ഇത്രയും ദിവസം. ഇനിയിപ്പോൾ അടക്കണം എന്നുള്ളത് തീരുമാനം വന്നിട്ടില്ല. അതുപോലെ വാട്ടർ ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗവൺമെൻറ് അതിനിടയിൽ ആളുകൾ വന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. നമുക്കെല്ലാ സിസ്റ്റവും, അതായത് ഞങ്ങൾക്ക് വേണ്ടി ഒരു സിസ്റ്റം മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇനിയിപ്പോൾ 27-ാം തീയതി തറക്കല്ലിടുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററാണ് ചീഫ് മുഖ്യമന്ത്രിയാണ് വന്നിട്ട് തറക്കല്ലിടുന്നത്. പ്രതിപക്ഷ നേതാവൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യം. അത് നീണ്ടുപോയാൽ ഞങ്ങൾക്ക് ചെറിയ ആശങ്ക പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ സ്ഥലക്കേസിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഇത് എത്രയായാലും ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്യതിരിക്കാൻ കഴിയുകയാണല്ലോ. അതിന് ഒരു മോചനം വരികയാണെന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഞങ്ങളുടെ വീടുകളൊക്കെ പെട്ടെന്ന്, അതും ഊരാളുകളാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒന്നുകൂടി സന്തോഷം. കാരണം അവരെ വർക്ക് അത്രയും പെർഫെക്റ്റായ വർക്കാണല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഊരാളൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ എത്ര വലിയ സന്തോഷം. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഇനി ഗവൺമെൻറ് മുന്നിൽ വെക്കാനുള്ള ഒന്നിൻ്റെ കാര്യങ്ങൾ, ഒന്ന് ഞങ്ങളുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളുകളാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളികളും കൂടുതൽ ടൂറിസ്റ്റാണ്. കുറേ റിസോർട്ടുകളുണ്ടായിരുന്നു, അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത്. അതുപോലെ ഇനിയിപ്പോൾ ആ ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും ജീവിതമാർഗ്ഗം, ഇപ്പോൾ മിനിസ്റ്റർ വോയിസിൽ ഞങ്ങൾ കേട്ടു ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാവുമെന്ന്. അത് ഗവൺമെൻറ് അതുപോലെ ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗ്ഗം കൂടിയാണ് ഉണ്ടാക്കി തരികയാണെങ്കിൽ വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം വേറെ കാര്യം, ഇപ്പോൾ ഇന്നലെ ന്യൂസിൽ കേട്ടിരുന്നു, കുട്ടികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നത്, ഈ ഒറ്റപ്പെട്ട കുട്ടികൾക്ക്. അതും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ കരുതലിന് നന്ദിയുണ്ട്. പക്ഷേ അതിനെ കൂടി ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാറുള്ളത്, ഈ 18 വയസ്സാകാത്ത കുട്ടികൾക്ക് വീടോ അല്ലെങ്കിൽ പൈസയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ പൈസ ആയിട്ട് കൊടുക്കരുത്, വീട് തന്നെ കൊടുക്കണം. കാരണം അല്ലെങ്കിൽ കുട്ടികൾക്ക് സംഘടന വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്ത കുട്ടികൾക്ക് പൈസ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കണം. അവരുടെ രക്ഷിതാക്കൾ, സ്വന്തം രക്ഷിതാക്കളില്ല, ഒന്നില്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പ അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളാണ് അവരെ നോക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്കൊക്കെ വരുന്നുണ്ടാകും. പക്ഷേ ഭാവിയിൽ അവർക്ക് വീട് വെക്കാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് അവർക്കൊരു വീട് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഈ ധനസഹായത്തിൻ്റെ പലിശയും രക്ഷിതാക്കളുടെ കയ്യിലേക്കാണ് പോകുക എന്ന് പറഞ്ഞു. പൈസ അക്കൗണ്ടിൽ കിടക്കും, അതിൻ്റെ പൈസ രക്ഷിതാക്കളുടെ കയ്യിലേക്കാണ് പോകുന്നതാണ്. അതും ഗവൺമെൻറ് തടയണം. ആ പലിശയും ഈ കുട്ടികളുടെ അക്കൗണ്ടിൽ തന്നെ കടന്നിട്ട് അവർക്ക് 18 വയസ്സായ എടുക്കാവുന്ന രീതിയിലേക്ക് ആക്കി തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. കാരണം അവരുടെ കാര്യം അവർക്ക് ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല, പക്വതയായിട്ടില്ല. അവർക്ക് വീടാണോ പൈസയാണോ വേണ്ടതെന്ന് അവർക്ക് ആലോചിക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ഈ സംഘടന, ചില കുട്ടികൾക്ക് സംഘടന വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അത് ഓക്കെ, നല്ല കാര്യം, അവർക്ക് പൈസ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാത്ത കുട്ടികൾക്ക് സംഘടന വീട് കൊടുക്കാത്ത കുട്ടികൾക്ക് വീട് തന്നെ കൊടുക്കണം, പൈസ ആയിട്ട് കൊടുക്കുന്നത്. അവരെ രക്ഷിതാക്കൾ പൈസ ആവശ്യപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അത് വളരെ ഇതാണ്. കാരണം ഈ കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അറിയില്ല ഇത് വീടാണോ പൈസയാണോ വേണ്ടതെന്ന് അവർക്ക് അറിയില്ല. 18 വയസ്സ് കഴിഞ്ഞാലേ അറിയുള്ളൂ, പക്വത എന്നാലേ അറിയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ശ്രദ്ധ ഉണ്ടാവണം എന്ന് പറയാനുള്ളത്.